അതിനിപ്പോ കോടതി നമ്മുടെ രാജ്യത്ത് നിയമം വരാൻ പോവുകയാണ്. എന്താ നിയമം? ലിബറലിസം തന്നെ. ഒരാൾക്ക് തോന്നുന്ന അവന്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇതാണ് ലിബറലിസം അല്ലേ? എനിക്കെന്താണോ തോന്നുന്നത് എന്നെ ആരും തടയാൻ വരാൻ പാടില്ല. മതത്തിന്റെ അതിർവരമ്പുകൾ എന്നെ നിയന്ത്രിക്കാൻ പാടില്ല. പണ്ഡിതന്മാരെന്നെ നിയന്ത്രിക്കാൻ പാടില്ല. മതം എന്നെ നിയന്ത്രിക്കാൻ പാടില്ല. എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാം അല്ലേ? മൈ ബോഡി ആൻഡ് മൈ ചോയ്സ്. എന്റെ ബോഡി എന്റെ ശരീരമാണ്. എന്റെ ശരീരമാകുമ്പോ എന്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം എന്നത് എന്റെ ചോയ്സാണ് എന്ന് പറയുന്ന ലിബറലിസത്തിന്റെ പിന്നാലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ക്യാമ്പസിൽ നമ്മുടെ മക്കൾ പോകുമ്പോൾ സസൂക്ഷ്മം നമ്മൾ വീക്ഷിക്കണം, നിരീക്ഷിക്കണം. നമ്മുടെ മക്കൾ എപ്പോൾ ക്യാമ്പസിൽ നിന്ന് മക്കൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു, നമ്മുടെ പൊന്നുമോൻ എപ്പോൾ ക്യാമ്പസിലേക്ക് പോകുന്നു, പോയാൽ തന്നെ അവൻ ക്യാമ്പസിൽ എത്തുന്നുണ്ടോ, അവന്റെ പോക്കറ്റിൽ എന്താ, അവന്റെ ഷൂവിന്റെ അടിയിൽ എന്താ, അവന്റെ ഷൂവിന്റെ അടിയിൽ അവന്റെ കാലിന്റെ അടിയിൽ ഷോക്സ് അല്ലയോ, അല്ല അവന്റെ ഷൂവിന്റെ ഉള്ളിൽ മറ്റെന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് അവൻ അറിയാതെ നമ്മൾ പരിശോധിക്കണം. എന്റെ മോനൊന്നും അത്തരക്കാരനല്ല എന്ന ചിന്താഗതി നല്ലതല്ല. മനസ്സിലായോ? നമ്മൾ പല കേസുകളും കേൾക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാസങ്ങൾക്ക് മുമ്പ് ഉമ്മയെ കുത്തി കൊലപ്പെടുത്തി ചെറുപ്പക്കാരനായ മകൻ. പക്ഷെ നമ്മൾ ചിന്തിക്കും അതൊക്കെ കോഴിക്കോടല്ലേ, അതൊക്കെ തിരുവനന്തപുരത്തല്ലേ, അതൊക്കെ അങ്ങ് കാസർഗോഡല്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ മോനും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ജാഗ്രത എപ്പോഴും നമുക്ക് വേണം. എന്റെ മോനൊന്നും അത് ചെയ്യൂല എന്ന തോന്നലാണ് നമ്മുടെ മോനെ അപകടത്തിൽ കൊണ്ടുപോയി പെടുത്തുന്നത്. മനസ്സിലായോ? നമ്മുടെ മോൻ അപകടത്തിൽ പെടാനുള്ള കാരണം എന്താണ്? എന്റെ മോനൊന്നും അത് ചെയ്യൂല, എന്റെ മോൻ ഓക്കെയാണ്, എന്റെ മോനൊന്നും അത്രക്കാരനല്ല എന്ന ചിന്ത ആദ്യം നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കണം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. നമ്മുടെ മക്കൾ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ജാഗ്രത വേണം, ജാഗ്രത വേണം. ബോയ് ഫ്രണ്ട് ഇല്ലാത്ത പെൺകുട്ടിക്ക് ക്യാമ്പസിൽ സ്ഥാനമില്ല. ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത ആൺകുട്ടിക്ക് ക്യാമ്പസിൽ സ്ഥാനമില്ല. ഇതാണ് ക്യാമ്പസുകളുടെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, മയക്കുമരുന്നും ലഹരിയും നിങ്ങൾ കണ്ടോ? ക്യാമ്പസിൽ വിറ്റഴിക്കാൻ മാഫിയകളാണ്. ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇത്തരം ദുരന്തങ്ങളിൽ പോയി നമ്മുടെ മക്കൾ അകപ്പെടാൻ പാടില്ല. പഠിക്കണ്ട, പഠിപ്പിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ കുട്ടികളുടെ അനുഭവങ്ങൾ കരഞ്ഞു വന്ന് പറയാം. ഉസ്താദെ, അടിച്ചായി പോയി ലഹരിക്കാർ, ഈ അടിച്ചായി പോയ ലഹരിയുടെ വഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു ദിക്ർ പറഞ്ഞു തരുമോ, എനിക്കൊരു സ്വലാത്ത് പറഞ്ഞു തരുമോ, എനിക്കൊരു നോമ്പ് പറഞ്ഞു തരുമോ, എനിക്കൊരു നിസ്കാരം പറഞ്ഞു തരുമോ എന്ന് മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞ എത്രയോ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടു തുറക്കണം എന്റെ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുപോലെ ഇത്തരം മാഫിയകൾ നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ കുട്ടികളെ വഴിപഴപ്പിക്കാൻ പ്രവർത്തിക്കുമ്പോൾ നിയമപരമായി അവരെ പൂട്ടാനുള്ള